നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ഗ്രേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യൻ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ തച്ച് തകർക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയമായി ഇടപെട്ടുകൊണ്ടും ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ട് ഗ്രേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജനാധിപത്യ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനാധിപത്യ വിരുദ്ധരായ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വെല്ലുവിളികളാണ്. രാജ്യത്തെ ഭരണഘടന വിഭാവന ചെയ്യുന്ന സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ മാനവിക മൂല്യങ്ങളെ വിഭാവന ചെയ്യുന്ന നമ്മുടെ ഭരണഘടന, ആ ഭരണഘടന ഇന്ന് നടപ്പിൽ വരുത്തുവാൻ, പരിപാലിക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ മാറി മാറി അധികാരം കൈയാളുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഈ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥിതി നമുക്കറിയാം. ഭരണഘടന അനുശാസിക്കുന്ന വ്യവസ്ഥിതി സമത്വത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പുലരണമെന്നാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച മഹാനായ ഡോക്ടർ B.R. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സോഷ്യൽ ഡെമോക്രസിയും പോരാ, നമ്മുടെ രാജ്യത്ത് എക്കണോമിക്കൽ ഡെമോക്രസിയും, അതേപോലെ പാർലമെന്ററി ഡെമോക്രസിയും, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസിയും, അതേപോലെ ഇന്റലക്ച്വൽ ഡെമോക്രസിയും, ലേബർ ഡെമോക്രസിയും, മോറൽ ഡെമോക്രസിയും, പാർലമെന്ററി ഡെമോക്രസി അടക്കം ഇന്ത്യയിലെ സമസ്ത മേഖലയിലും ഡെമോക്രസി, ജനാധിപത്യം പുലർന്നെങ്കിൽ മാത്രമേ ഈ ജനാധിപത്യം കൊണ്ട് അർത്ഥമുള്ളൂ എന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ബാബാസാഹിബ് ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മുടെ സാമൂഹ്യ മേഖല, നമ്മുടെ സാമ്പത്തിക മേഖല, അതേപോലെ രാഷ്ട്രീയ മേഖലയും അതേപോലെ വിവിധ മേഖലകൾ പരിശോധിച്ചാൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി പുലരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഇന്നലകളിൽ ഈ രാജ്യത്ത് മാറുമറയ്ക്കുവാൻ, വസ്ത്രമെടുക്കുവാൻ അവകാശമില്ലാത്ത ജനത, ഇന്നലകളിൽ ഈ രാജ്യത്ത് വിദ്യാഭ്യാസം ചെയ്യുവാൻ അവകാശമില്ലാതിരുന്ന ജനത, ഇന്നലകളിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ അഭിപ്രായം പറയുവാൻ അവകാശമില്ലാതിരുന്ന ജനത, ഇന്നലകളിൽ ആരാധന സ്വാതന്ത്ര്യമില്ലാതിരുന്ന ജനത, ഇന്നലകളിൽ ഈ രാജ്യത്ത് തെരുവോരങ്ങളിൽ റോഡുകളിൽ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ജനത, ആ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് വഴി നടക്കുവാനും മാറുമറയ്ക്കുവാനും അക്ഷരം പഠിക്കുവാനും അതേപോലെ വിദ്യാഭ്യാസം ചെയ്യുവാനും അതേപോലെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികളെ നിയന്ത്രിക്കുന്ന തലങ്ങളിലേക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ഈ രാജ്യത്തിന്റെ ഉദ്യോഗ പദങ്ങളിലും തൊഴിൽ മേഖലയിലും തുല്യമായ അവസരങ്ങൾ കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടന 1950 നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നെങ്കിൽ ആ നിലവിൽ വന്ന ഭരണഘടന വിഭാവന ചെയ്യുന്ന സമത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് ജാതിയിൽ അധിഷ്ഠിതമായ ജാതി കേന്ദ്രീകരിച്ചുള്ള വ്യവസ്ഥിതി നടപ്പിലാക്കുവാനുള്ള വിഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു പറ്റം ആൾക്കാർ പട്ടിയെടുക്കുമ്പോൾ ഇന്ത്യയിൽ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ കയ്യിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഒരിക്കലോ ശുദ്ധജലം പോലും കുടിക്കുവാനില്ലാതെ ദാഹിക്കുമ്പോൾ കലക്കുവെള്ളം കുടിച്ച് ദാഹമം കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിൽ നരകജനത്തിന് അനുഭവിക്കുമ്പോൾ ഇന്ന് ടാറ്റയും ബിർളയും അംബാനിയും ആദാനിയും അതേപോലെയുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയുടെ വിഭവങ്ങൾ, ഇന്ത്യയുടെ സമ്പത്ത്, ഇന്ത്യയുടെ വൈദ്യുതിയും ജലവും അടക്കമുള്ള വിഭവങ്ങൾ അടിയറ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് ഈ പറയുന്ന ഒരു കോടി മനുഷ്യരുടെ കുടുംബങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഏജന്റുമാരായി, കമ്മീഷൻ പറ്റുന്ന ഏജന്റുമാരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയും മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ
സർക്കാരുള്ള രാജ്യമായി അതമ്പതിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയിലും കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ രാജ്യത്ത് നരകയാതന അനുഭവിക്കുമ്പോൾ അവരുടെ പട്ടിണി മാറ്റുവാൻ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ ഭരിക്കുന്നവർക്ക് ആരോടാണ് താല്പര്യമെന്ന് നാം മനസ്സിലാക്കണം. ഇന്ത്യ ഭരിക്കുന്നവർക്ക് ടാറ്റയും ബിർളയും ഗോയങ്കയും അദാനിയും അംബാനിയും അടങ്ങുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ തന്നെ തിരിഞ്ഞുമ്പോൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനത, ഈ രാജ്യത്തെ മണ്ണിന്റെ മക്കൾ, കാടിന്റെ മക്കൾ, കടലോരത്തിന്റെ മക്കളടക്കമുള്ളവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ രാജ്യത്തെ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ എങ്ങനെയാണ് ഏതാണ്ട് 70 വർഷം പിന്നിടുമ്പോൾ ജനാധിപത്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ജനാധിപത്യത്തെ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ അരാജകത്വത്തിൽ ആക്കിക്കൊണ്ട് ഈ രാജ്യത്തെ അരിങ്കുലകൾ സൃഷ്ടിച്ചുകൊണ്ട് ജാതിക്കലഹങ്ങളും മതകലഹങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും ഇന്ന് പരാജയത്തിന്റെ വിത്തുകൾ പാകിയിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ജനാധിപത്യ വിരുദ്ധത്തിന്റെ പാതയിലേക്ക് ആ നയങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റ് ഇപ്പോൾ പാസാക്കുന്ന പല നിയമങ്ങളും ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഇന്ത്യൻ പാർലമെന്റിൽ നിയമങ്ങൾ പാസാക്കുന്നത്. സാങ്കേതിക ഭൂരിപക്ഷത്തിന്റെ പേരിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പാസാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളെപ്പാടെയും ജനാധിപത്യ ഭരണഘടനയുടെ അതിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ തച്ചു തകർത്തുകൊണ്ട് നിയമം പാസാക്കുമ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയുടെ കോടതികൾ, ഇന്ത്യയുടെ ജുഡീഷ്യറികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോടതി വിധികൾ നന്നായി പുറത്തു വരികയാണ്. പല കോടതി വിധികളും പരിശോധിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ലെവലേഷൻ പോലും ആശയങ്ങളില്ല. ആ ജനാധിപത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിധികൾ പുറത്തുവിടുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിലെ ഇന്ത്യയിലെ കോടതികൾ ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ കോടതി വിധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യങ്ങൾ ഒന്നൊന്നായി തച്ചു തകർക്കുമ്പോൾ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷം പറയുന്നത്, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ സുരക്ഷിതമായും ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയും അവരുടെ പുരോഗതിയും ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇന്നലകളിൽ രാജ്യത്തിന്റെ ഏതാണ്ട് 45 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ 45 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയുടെ പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റുവാൻ, ഇന്ത്യയുടെ ദരിദ്ര ജനതയുടെ ആ ദാരിദ്ര്യം പരിഹരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും കഴിയത്തില്ല. അതിന്റെ കാരണം അതിന് നയങ്ങളില്ല, നിങ്ങൾക്ക് പദ്ധതിയില്ല. നിങ്ങൾക്ക് ആകെയുള്ള പദ്ധതി ഈ രാജ്യത്തിന്റെ സമ്പത്ത് കട്ടുമുടിക്കാനാണ്, ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ കട്ടുമുടിക്കാനാണ്. ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ കട്ടുമുടിച്ചുകൊണ്ട് അങ്ങ് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ സുഖിച്ചു കഴിയാനുള്ള ആ വ്യാമോഹം മാത്രമാണ്, വ്യാമോഹത്തിൽ മാത്രമാണ് അധികാരത്തിലേക്ക് വരുന്നത്. അല്ലാതെ ഈ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ നയങ്ങളില്ല എന്നുള്ളതാണ് ഈ സമീപകാല ഇന്ത്യയുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ ഇന്ന് എല്ലാ പാർട്ടികളും ഒരേ തൂവൽ പക്ഷിയെ പോലെ നീങ്ങുകയാണ്. എന്താണ്? ഇന്നലകളിൽ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതിവർണ്ണ വ്യവസ്ഥിതികൾ ആ വ്യവസ്ഥിതിയുടെ നിയമങ്ങളെ കൊണ്ടുവന്ന് നിയമങ്ങൾ സ്ഥാപിച്ചെടുത്തുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയെ ഒരു ജാതീയ വാഴ്ച കൊണ്ടുവന്നുകൊണ്ട് ആ ജാതീയ വാഴ്ചയ്ക്ക് അനുസരിച്ച് ഇന്ത്യയെ മാറ്റിത്തീർക്കുവാനുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഏകാധിപത്യത്തിന്റെ ശബ്ദം ഉയർന്നു.
ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിമർശിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ വിമർശിച്ചാൽ അത് രാജ്യവിരുദ്ധമായി പോകുന്നു. കോടതിക്കെതിരെ വിമർശനം വന്നാൽ, അഭിപ്രായം വന്നാൽ അത് കോടതിയലക്ഷ്യ കേസായി